നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. US മിലിറ്ററിയിലെ പട്ടാളക്കാരനാണ് മേജർ നസ്മത്ത്. ഗോൾഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു. തൻ്റെ മുന്നിൽ ആര് വന്നു പെട്ടാലും അദ്ദേഹം ഗോൾഫിനെ കുറിച്ച് സംസാരിക്കും. മുന്നിലിരിക്കുന്ന ആൾ തൻ്റെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ അതൊന്നും മേജറെ ബാധിക്കാറേയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ വിയറ്റ്നാം യുദ്ധം വന്നു. യുദ്ധത്തിൽ മേജർ തടവുകാരനാക്കപ്പെട്ടു. വടക്കൻ വിയറ്റ്നാമിൻ്റെ പേരറിയാത്ത ഏതോ തടവറയിലാക്കപ്പെട്ടു. 5 അടി നീളവും 4 അടി വീതിയും മാത്രമുള്ള ഒരു സെൽ. കൂടെ ആരുമില്ല. ദുരന്തപൂർണമായിരുന്നു മേജറിൻ്റെ തടവറയിലെ ആദ്യ നാളുകൾ. ദിവസങ്ങൾ കഴിയുന്തോറും നിരവധി നെഗറ്റീവ് ചിന്തകൾ അദ്ദേഹത്തിന് വലിഞ്ഞു മുറുക്കി. അതിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിയെ തന്നെ സ്വപ്നം കാണാൻ തീരുമാനിച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും മേജർ ഗോൾഫ് കളിയിൽ മുഴുകി. പച്ച മൈതാനവും മൈതാനത്തെ പുല്ലും, എന്തിന് ആ പുല്ലിലെ വെള്ളത്തുള്ളി വരെ മേജർ സ്വപ്നം കണ്ടു. 24x7 അദ്ദേഹം കളിച്ചുകൊണ്ടേയിരുന്നു. ഗോൾഫ് കളിയുടെ ഒരു ചെറിയ നിയമങ്ങൾ പോലും പാലിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കളിച്ചത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 7 വർഷത്തിന് ശേഷം മേജർ നസ്മത്ത് ജയിൽ മോചിതനായി. തിരിച്ചു വന്ന അദ്ദേഹം ആദ്യം പങ്കെടുത്ത ഗോൾഫ് മാച്ചിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 74 ഷോട്ട്സ് അടിച്ചാണ് മേജർ ജയിച്ചത്. എല്ലാവർക്കും അത് അത്ഭുതമായി. നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ട് നേടുന്ന ഒരു കാര്യം മേജർ ഒരു തടവറയിൽ കിടന്നുകൊണ്ട് നേടി. എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, വിഷ്വലൈസ് ചെയ്തത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ എങ്ങനെ നേടണം? സീക്രട്ട് എന്ന പുസ്തകം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നതും ഈ വിഷ്വലൈസേഷനെ കുറിച്ചാണ്. മനസ്സെപ്പോഴും ചിതറിക്കിടക്കുന്ന ഒരു മുറി പോലെയാണ്. ചിന്തകളെ ഏകാഗ്രമാക്കാൻ പലപ്പോഴും വിഷ്വലൈസേഷൻ നമ്മെ സഹായിക്കുന്നു. അതുവഴി നമ്മുടെ ഫോക്കസും എനർജിയും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കൂടുതൽ നടന്നെടുക്കാൻ നമ്മെ സഹായിക്കുന്നു. നമുക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതിനായി നമ്മൾ പരിശ്രമിക്കുന്നുമുണ്ട്. ഒപ്പം ആ ലക്ഷ്യങ്ങളിലേക്ക് കുറച്ചുകൂടി വേഗത്തിൽ നടന്നെടുക്കാൻ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നമുക്കും ശ്രമിക്കാം. ശുഭദിനം.